നമ്മൾ ജീവിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തെ ശ്രദ്ധയോടുകൂടി ഒന്ന് നോക്കുക. ലോകത്തിലേക്ക്, വിശേഷിച്ച് വിദ്യാഭ്യാസപരമായി ഉയർന്ന സമൂഹങ്ങളിലേക്ക് ഒന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്രതിഭാസങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ബഹുഭൂരിഭാഗം വരുന്ന സമൂഹാംഗങ്ങളും ഞങ്ങൾ നോൺ റിലീജിയസ് ആണ്, ഞങ്ങൾക്ക് മതപരമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 40%-നും ഒരു 48-50% ഇടയ്ക്ക് ജനങ്ങൾ പരസ്യമായിട്ട് ഞങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് മതപരമായ വിശ്വാസങ്ങളോ അനുഷ്ഠാനക്രമങ്ങളോ ഇല്ല എന്ന്. ഇനി വിവാഹം, മരണം, ഈ രണ്ടുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെ കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഈ 45-48% എന്നുള്ളത് 70% ആവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സനാതനധർമ്മ ശാസ്ത്രങ്ങളുടെ ആചരണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആശയങ്ങളുടെയും പ്രചരണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്രയേറെ വിശ്വാസപരമായി, ആചാരപരമായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞുകൂടിയ സമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മതം കയറ്റുമതി ചെയ്ത രാജ്യങ്ങൾ, അങ്ങനെ തന്നെ പറയണം, ഞങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? ഇതിന് മറുപടി, മനുഷ്യന് പല തലങ്ങളുണ്ട്. അവന് വികാരങ്ങളുണ്ട്, അവന് സ്നേഹമുണ്ട്, പലതും ഉണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യൻ യുക്തിബോധമുള്ളവനാണ്. അടിസ്ഥാനപരമായി മനുഷ്യന് യുക്തിബോധമുണ്ട്. എന്തിനെ സംബന്ധിച്ചും എന്തുകൊണ്ട് എന്ന് മനുഷ്യൻ അന്വേഷിക്കും. ഏതൊരു കാര്യത്തെ കണ്ടാലും കാരണത്തെ അന്വേഷിക്കും. ഓരോ പ്രതിഭാസത്തെയും എന്തുകൊണ്ട്, എന്താണ് ഇതിൻ്റെ കാരണം, എന്തിനു വേണ്ടിയാണിത് എന്ന് അന്വേഷിക്കും. ഇങ്ങനെ യുക്തിപൂർവം അന്വേഷിക്കുന്ന വ്യക്തിയുടെയും സമാജത്തിൻ്റെയും മുമ്പിൽ കേവലം വിശ്വാസം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വ്യവസ്ഥയ്ക്കും ദീർഘകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വിശ്വസിക്കൂ, നീ വിശ്വസിക്കണം, ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യവസ്ഥയ്ക്കും, അത് മതവ്യവസ്ഥയായാലും കൊള്ളാം, രാഷ്ട്രീയ വ്യവസ്ഥയായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, ദീർഘകാലം സാധിക്കില്ല. ഇവിടെയാണ് കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതങ്ങളായ മതങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും വരുന്നത്. കാരണം സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്, വിശ്വാസത്തിന് സ്ഥാനമുണ്ട്. എന്നാൽ വിശ്വാസമല്ല എല്ലാം. അവ യുക്തിപൂർവമായ ചിന്തനങ്ങളെ, യുക്തിപൂർവങ്ങളായ ചോദ്യം ചെയ്യലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏത് യുക്തികുശലന്റെ ഏത് ചോദ്യത്തെയും സ്വാഗതം ചെയ്തതാണ് നമ്മുടെ ഋഷിമാര് കാണിച്ചു തന്ന ശൈലിയും പാരമ്പര്യവും.
വേദത്തിൻ്റെ താല്പര്യ നിർണായകമായ ഉപനിഷത്തുകളിലേക്ക് നോക്കൂ, മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. അവയുടെ വിശദീകരണാർത്ഥം രചിക്കപ്പെട്ട ഇതിഹാസങ്ങളിലേക്ക് നോക്കൂ, ചോദ്യോത്തരങ്ങളാണ്. പുരാണങ്ങളിലേക്ക് നോക്കൂ, മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്, എല്ലാ പുരാണങ്ങളും. എവിടെയാണോ യുക്തിഭദ്രമായ സമീപനമുള്ളത്, എവിടെയാണോ ശാസ്ത്രീയമായ സമീപനമുള്ളത്, അവിടെ മാത്രമേ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കൂ. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശാസ്ത്ര ചിന്തയ്ക്കനുസരിച്ച് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിൽ സനാതന ധർമ്മശാസ്ത്രങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അത് നമ്മൾ ലോകത്ത് കാണുന്നു. ലോകത്തുടനീളം വൈദിക ശാസ്ത്രങ്ങളിലേക്ക് അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടി, പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വിഷയത്തിൽ എന്താണ് ഋഷീശ്വരന്മാർ പറഞ്ഞത്, എന്താണ് വേദം പറയുന്നത് എന്ന് പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വെറുവാക്ക് പറയുന്നതല്ല. ഈ ഒരു പരിവർത്തനം ലോകത്തിലുടനീളം നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ഈ ഒരു യുക്തിഭദ്രമായ സമീപനത്തിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കുക. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിശേഷിപ്പിച്ചതാണ് ഭഗവത്ഗീതയെ. സമസ്ത വേദങ്ങളുടെയും സാര സംഗ്രഹമാണ് ഗീതാശാസ്ത്രം എന്നർത്ഥം. ശുദ്ധമായി പറഞ്ഞ അങ്ങനെയല്ല, മറിച്ച് സകല വേദങ്ങളിലും എന്തെന്ത് അർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതെന്നാണ് നേരെ തർജ്ജമ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഗീതാശാസ്ത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ നിമിത്തമാക്കി സകല ലോകത്തിനും ഉപദേശിച്ചു വിശദമായിട്ട്. അവസാനം എന്താ പറഞ്ഞേ? ഹേ അർജുന, ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോളണം, ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ നീ ചെയ്തോളണം, ഇല്ലെങ്കിൽ നിന്നെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കും. ഇല്ല. പിന്നെ ഇതി ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഹേ അർജുന, ഇപ്രകാരം രഹസ്യത്തിൽ വെച്ച് രഹസ്യമായ അറിവിനെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനി നീ യുക്തിപൂർവം വിചാരം ചെയ്ത് വേണ്ടതെന്താണ്ട് ചെയ്തു. ഈ ഒരു സ്വാതന്ത്ര്യം, ഈ ഒരു യുക്തി വിചാരത്തിനുള്ള അവസരം, ഇതാണ് സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയൊരു മഹിമ. അതാണ് ഇന്നത്തെ ലോകത്തിൽ അതിനെ കൂടുതൽ കൂടുതൽ സ്വീകാര്യമാക്കി തീർക്കുന്നത്. നമ്മൾ തന്നെ എത്രയോ ക്ലാസ്സുകൾ എടുക്കാൻ ഒരു കാലത്ത് ഇതര മതസ്ഥാപനങ്ങളായിരുന്ന, വിശേഷിച്ച് പള്ളികളായിരുന്ന സ്ഥലങ്ങൾ നോക്കി നടത്താൻ ആളില്ലാതെ, ആരാധനയ്ക്ക് ആളില്ലാതെ വിറ്റ സമയത്ത് അത് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ വാങ്ങി പഠന കേന്ദ്രങ്ങളാക്കിയ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ തന്നെ. ഇതിന് കാരണം മറ്റൊന്നല്ല, ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്യാല്ല, നിങ്ങൾക്ക് സ്വർഗം കിട്ടും മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള വാഗ്ദാനങ്ങളോ പ്രലോഭനങ്ങളോ കേട്ടിട്ടല്ല. മറിച്ച് മനുഷ്യൻ്റെ സ്വാഭാവികവും സഹജവുമായ സത്യാന്വേഷണ ത്വരയ്ക്ക് യുക്തിഭദ്രമായൊരു മറുപടി ലഭിക്കുന്നത് കൊണ്ടുള്ള പരിവർത്തനമാണ്. ഇതിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. ഈ ധർമ്മത്തിൻ്റെ യുക്തിഭദ്രമായ ശാസ്ത്രങ്ങളെയും അനുഷ്ഠാനക്രമങ്ങളെയുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. വിശേഷിച്ച് അടിവരയിട്ട് പറയട്ടെ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക്
നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ടത്. അല്ലാതെ കുറേ വിശ്വാസങ്ങളും മാമൂലുകളും മാത്രം അവർക്ക് പകർന്നു നൽകിയാൽ അവരത് സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. കൊച്ചു കുട്ടികളാവുമ്പോൾ അച്ഛനമ്മയും പറഞ്ഞതൊക്കെ കേട്ട് ഒക്കെ ശരിയാ എന്നുള്ള നിലയ്ക്ക് പിന്തുടർന്നുകൊണ്ട് വരും. പക്ഷേ അവരുടെ സ്വന്തമായൊരു സ്വാതന്ത്ര്യത്തിനനുസൃതമായ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അവർ കൈവെടിയും. എപ്പോൾ? യുക്തിപൂർവം അവർക്ക് സമാധാനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ. അതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത്തരം സമ്മേളനങ്ങളിൽ ഒത്തുകൂടുമ്പോൾ യുക്തിപൂർവകമായി നമ്മുടെ ശാസ്ത്രത്തെ മുഴുവൻ പരിചയപ്പെടാനുള്ള അവസരമൊന്നും കിട്ടില്ല. അതിന് സൂക്ഷ്മമായി പഠിക്കുക തന്നെ വേണം. എന്നാൽ അത്തരം ഒരു ആശയം ഉൾക്കൊള്ളാനും അത്തരം സ്വാധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിക്കാനും നമുക്ക് ഇങ്ങനെയുള്ള സംഗമങ്ങളിലൂടെ സാധിക്കും. ഒരു സംശയവും പറയുന്നതിനില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ലോകം പ്രതീക്ഷയോടുകൂടി നോക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉയരണം, അതിനനുസരിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മുടെ ഇവിടുത്തെ വർത്തമാനകാല സ്ഥിതി ഇപ്പം എന്താ? ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് പ്രായേണ അറിവില്ലാത്തൊരു സമൂഹം. അതെ, അതുകൊണ്ട് തന്നെ ആചാരങ്ങളെക്കാൾ കൂടുതൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും, ഒട്ടനവധി അബദ്ധവിശ്വാസങ്ങൾ. അതെ, പലപ്പോഴും പലരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലും ഉത്തരം പറയാൻ കഴിയാതെ ശിരസ് കുനിക്കേണ്ടി വരുന്ന സമൂഹം. അത് മുതലെടുത്ത് മതപരിവർത്തനങ്ങൾ രണ്ട് രീതിയിൽ, ആക്റ്റീവായിട്ടോ പാസീവായിട്ടോ സംഭവിക്കുന്ന സമൂഹ വ്യവസ്ഥ ഇതാണുള്ളത്. അതുകൊണ്ട് പറയട്ടെ, ഈ ശാസ്ത്രങ്ങളുടെ മഹിമ, യുക്തിഭദ്രത, ആചരണങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്രവും മറ്റും അറിയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിന് പ്രാധാന്യം കൊടുക്കണം. ഇത്തരം ഒത്തുചേരലുകൾ അതിലേക്ക് നമ്മളെ നയിക്കുന്നതാവണം. ഇതാണ് ഏറ്റവും പ്രഥമമായി പറയാനുള്ളത്. കാരണം നോക്കൂ, ഭാരതം ജഗദ്ഗുരുവായിരുന്നു. ഭാരതം ജഗദ്ഗുരുവായിരുന്നു എന്നുള്ളത് കേവലം ഒരു അഭിമാനത്തിൽ നിന്ന് വരുന്ന മിഥ്യാഭാഷണമല്ല. മറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഋഗ്വേദ സംഹിതയുടെ ആരംഭഭാഗത്ത് തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠമാക്കി തീർക്കാമെന്ന മഹാസന്ദേശം തന്നത്. കൃണ്വന്തോ വിശ്വമാര്യവൻ. ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോയി അക്രമങ്ങൾ അഴിച്ചു വിട്ട് അവിടെ വെട്ടിപ്പിടിച്ച് നമ്മുടെ ഭരണാധിപത്യം സ്ഥാപിക്കാമെന്ന് പറയാമായിരുന്നു. കാരണം അത്രക്കേറെ വികസിതമായ ധനുർവേദം വേദത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്രക്കേറെ വികസിതങ്ങളായ ആയോധന കലകൾ ഇവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷെ ഒരിടത്തും പറഞ്ഞില്ല. മറിച്ച് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാമെന്നാണ് പറഞ്ഞത്. എങ്ങനെ എന്ന് ചോദിച്ചാൽ അറിവിൻ്റെ പ്രസരണത്തിലൂടെ, അറിവിനെ പ്രസരിപ്പിക്കുന്നതിലൂടെ. ഇന്ന് സനാതനധർമ്മം അശ്ലീലമാണെന്ന് വരെ വിളിച്ചു പറയുന്ന ഭ്രാന്ത ജൽപ്പനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭ്രാന്തം. അതുകൊണ്ട് തന്നെ മറുപടി അർഹിക്കുന്നില്ല. വഴിയോരത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഭ്രാന്തുള്ള ആളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മളാരെങ്കിലും മറുപടി പറയാൻ പോകുക? ഒന്നുമില്ല. അത്ര വരെ ഇന്നത്തെ വർത്തമാന സമൂഹത്തിൽ സനാതനധർമ്മത്തെ സംബന്ധിച്ച് വാക്കുകൾ ഉയരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നോക്കൂ,
അറിവിൻ്റെ പ്രസരണത്തിലൂടെ ലോകത്തിന് മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാമെന്ന് സങ്കല്പിച്ച ഒരു സംസ്കൃതി എങ്ങനെയാണ് അത് സാധിപ്പിച്ചിരുന്നത്? ഇത് ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം സമഗ്രമായ ശാസ്ത്രവീക്ഷണമാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം സമഗ്രം. വിസ്തരിച്ച് പറയാൻ സമയമില്ല, സൂചിപ്പിക്കുക മാത്രം ചെയ്യട്ടെ. ഈശ്വര തത്വത്തെ സുസൂക്ഷ്മമായി അപഗ്രഥിച്ച ബാദരായണൻ നമുക്ക് മഹർഷിയാണെങ്കിൽ ഈശ്വരനെ നിഷേധിച്ച ചാർവാകനും നമുക്ക് മഹർഷിയാണ്. ഈശ്വരനെ നിഷേധിച്ച ആളെ എത്തീസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചില്ല, നിന്ദിച്ചില്ല, അയാൾ കഴുത്ത് മുറിച്ചില്ല, ഋഷി എന്ന് മാനിച്ചു. ചിന്തിക്കും. കാരണം വൈചാരികമായ സ്വാതന്ത്ര്യം. ഈശ്വരനെ വിശ്വസിക്കുന്ന ആൾ വിശ്വസിക്കട്ടെ, ഈശ്വരനെ നിഷേധിക്കുന്ന ആൾ നിഷേധിക്കട്ടെ. പക്ഷെ ബുദ്ധിപരമായ അവരുടെ ആ പദ്ധതിയെ നമ്മൾ ബഹുമാനിച്ചു. ഇതാണ് ഭാരതം. അല്ലെങ്കിൽ നോക്കൂ, ഇന്നും അദ്വിതീയമായി നിലനിൽക്കുന്ന കാമശാസ്ത്രമാണ് സെക്സോളജി, കാമസൂത്രങ്ങൾ. ആരാ എഴുതിയത്? വാത്സ്യായനല്ല, വാത്സ്യായന മഹർഷിയാണ്. അദ്ദേഹത്തെ നമ്മൾ സെക്സോളജിസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ല. ആയുർവേദവും ധനുർവേദവും ഗാന്ധർവവേദവും സ്ഥപത്യവേദവും അർത്ഥശാസ്ത്രവും എല്ലാം ഉപദേശിച്ചത് ഋഷിമാരാണ്. നൃത്തവും സംഗീതവും ഇവിടെ ആർഷമാണ്. എന്തൊരു സമഗ്രമായ കാഴ്ചപ്പാടാണ് നോക്കൂ. ഈ സമഗ്രമായ വൈജ്ഞാനിക വീക്ഷണം കൊണ്ടാണ് ലോകത്തിൻ്റെ ഗുരുപദവിയിൽ ഭാരതം വിരാജിച്ചത്. അതുകൊണ്ട് തൻ്റെ സ്മൃതിയുടെ ആരംഭത്തിൽ തന്നെ മനു പറഞ്ഞു വെച്ചു, ഏതദ്ദേശപ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ. എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിട്ട് അതിൻ്റെ ഭാഗമായി ജംബുദ്വീപത്തെ വർണ്ണിച്ചിട്ട്, ജംബുദ്വീപം എന്ന് പറഞ്ഞാൽ ഏഷ്യ വൻകര, അതിൻ്റെ ഭാഗമായിട്ട് ഭാരതവർഷത്തെ, ഹിമാലയം മുതൽ ഹിന്ദു സമുദ്രം വരെയുള്ള ഭാരതവർഷത്തെ വർണ്ണിക്കുന്ന സമയത്താണ് പറയുന്നത്, ഏതദ്ദേശപ്രസൂതസ്യ അഗ്രജന്മനഃ സകാശാത് സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ കെ അര് പൃഥിവ്യാം സർവമാനവാഹ. ഭൂമിയിലെല്ലാ മനുഷ്യരും, ജംബുദ്വീപത്തിലെല്ലാ മനുഷ്യരും എന്നല്ല, ഭാരതത്തിലെല്ലാ മനുഷ്യരും എന്നല്ല, ഭൂമിയിലെല്ലാ മനുഷ്യരും ഈ ഭാരതത്തിൽ ജനിച്ച വിദ്വാന്റെ അരിക നിന്ന് സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ എന്ന്. എന്താ അർത്ഥം? ലോകത്തിൻ്റെ ഗുരുപദം. നമുക്കറിയാം, അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഇതെല്ലാം വിസ്മരിക്കപ്പെട്ടു. ഈ മഹിമ നമ്മൾ തമസ്കരിച്ചു, വിസ്മരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അപസിദ്ധാന്തങ്ങൾ പ്രചരിച്ചു. അത്തരം അപസിദ്ധാന്തങ്ങളുടെ പ്രചരണം കൊണ്ട് ദുർബലന്മാരായി തീർന്നു നമ്മൾ. ആ ദൗർബല്യത്തിൻ്റെ ഫലമായി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അടിമത്തത്തിൻ്റെ ഇരകളായി. സ്വത്വം തന്നെ വിസ്മരിക്കപ്പെട്ടു, സ്വമഹിമ വിസ്മരിക്കപ്പെട്ടു. എന്നാൽ സനാതന ധർമ്മത്തിൻ്റെ സനാതനത്വത്തെ കാണിച്ചുകൊണ്ട് എത്രയോ ദിവ്യ വിഭൂതികൾ മഹാത്മാക്കൾ രംഗപ്രവേശം ചെയ്യുകയും അവരുടെ ഉപദേശങ്ങളിലൂടെ, ജീവിതങ്ങളിലൂടെ, മാതൃകാ സ്ഥാപനങ്ങളിലൂടെ ധർമ്മത്തിൻ്റെ പ്രകാശപൂർണമായ സന്ദേശം വാരി വിതറുകയും ചെയ്തു.
വീണ്ടും ഭാരതം ഉയരാൻ ആരംഭിച്ചു. ജഗദ്ഗുരു പദവിയിലേക്കുള്ള ഉയർച്ച, അതിൻ്റെ വളരെ ഉത്തുംഗമായൊരവസ്ഥയിലാണ് വർത്തമാനകാലത്തിൽ നമ്മൾ ഇരിക്കുന്നത്. ഈ സമയത്ത് ആ മഹിമ മനസ്സിലാക്കാതെ അതിനോട് പുറംതിരിഞ്ഞ് അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ മേഖലയിൽ ഈ കേരളീയ സമൂഹം ഉഴറിയാൽ ശരിയാവുമോ? അറിയണ്ടേ? സ്വം ചരിത്രം ശിക്ഷേരൻ എന്ന നേരത്തെ പറഞ്ഞ വാക്യം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ എന്നുള്ളത് നമ്മളെങ്കിലും ഒന്ന് ഉൾക്കൊള്ളണ്ടേ? ഇത് പറയുന്ന സമയത്ത്, ഇപ്പൊ പറഞ്ഞ ആശയം പറയുന്ന സമയത്ത് ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. നമ്മൾ വ്യാപകമായി ലോകത്തിൽ പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആശ്രമത്തിന് തന്നെ പല ശാഖകളും ഒക്കെ ഉണ്ട്. എങ്കിലും അതിൻ്റെ എല്ലാം കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എന്നുള്ള സുഗ്രാമമാണ്. അവിടെ ആശ്രമത്തിൽ മാത്രം ഒരു മാസം 10-12 കുട്ടികളെങ്കിലും കൊണ്ടുവരുന്നുണ്ട് മതപരിവർത്തന കേന്ദ്രങ്ങളിൽ നിന്ന്. മതപരിവർത്തന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നിന്ന് അഥവാ ബഹുമാനപ്പെട്ട കോടതികളുടെ ഇടപെടലിനെ തുടർന്ന്, ഇത് കഥ പറയാന്ന് വിചാരിക്കരുത്, ആ കുട്ടികളൊക്കെ തന്നെ ഒരു 70% ഗ്രാജുവേറ്റ്സ് ആണ്, ഒരു 50% പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. ഈ ലോകത്തിൽ ഏത് വിഷയം ചോദിച്ചാലും അവർക്കറിയാം. പിന്നെ എങ്ങനെ വഞ്ചിക്കപ്പെടുന്നു, എങ്ങനെ പ്രേമമെന്ന ഒഴുക്കിൽ അവരെ പെടുത്താൻ കഴിയുന്നു. പ്രേമമാണെങ്കിൽ നല്ലതാണ്. മനുഷ്യന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് പ്രേമം. നമ്മളതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ ചതിക്കാൻ വേണ്ടി, മതം മാറ്റാൻ വേണ്ടി ഈ പ്രേമം എന്ന കൊരുക്കുണ്ടാക്കിയിട്ട് എങ്ങനെ വിജയിക്കുന്നു? ഒറ്റ മറുപടിയുള്ളൂ, ഒറ്റ മറുപടി. ഈ കുട്ടികളും ലോകത്തിൻ്റെ ഏത് വിഷയം ചോദിച്ചാലും അറിയുന്ന മക്കളും സനാതന ധർമ്മത്തെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ ആചരണ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ഋഷിമാരെ കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രവും യുക്തിബോധവും ചോദിച്ചാൽ ഒറ്റ മറുപടിയാണ്: അറിയില്ല, അറിയില്ല, അറിയില്ല. ഇതിന് കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല. ആരുടേതാണ് കുറ്റം? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്ത അമ്മയുടെ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്ത അച്ഛൻ്റെ. ഒരു സംശയമില്ലാതെ പറയാം. അപ്പൊ ചിലരെങ്കിലും ചോദിച്ചേക്കാം, അപ്പൊ സ്വാമി ചെറുപ്പം തൊട്ട് ഈ മതപഠനം നിർബന്ധമാണെന്നാണോ സ്വാമി പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരും മതപഠനം ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ലോകം ഇന്നത്തതിനേക്കാൾ എത്രയോ നന്നാവും. ആർക്കും വിരോധം തോന്നരുതേ, നമ്മുടെ അഭിപ്രായം പറയുന്നത്. ഒരു മതപഠനം ആരും ചെയ്യുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞിട്ട് അഥവാ കുറച്ചും കൂടി മുതിർന്നിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഏത് പഠിക്കുന്നോ, ഏത് സ്വീകരിക്കുന്നോ അതിനുള്ള ഒരു സമൂഹ വ്യവസ്ഥയാണെങ്കിൽ സന്തോഷം. അതല്ലല്ലോ ഇവിടുത്തെ സ്ഥിതി. ഇവിടെ 3 വയസ്സ് മുതൽ ഒരു 10-20 വയസ്സ് വരെ ഇതര മതസമൂഹങ്ങളിലുള്ളവർ വ്യവസ്ഥാപിതമായി അവരുടെ മത ഗ്രന്ഥങ്ങളെ പഠിക്കുന്നു. ദർസ് പോയിട്ടോ, മദ്രസയിൽ പോയിട്ടോ, സൺഡേ സ്കൂളിൽ പോയിട്ടോ, ചർച്ചിൽ പോയിട്ടോ. അതുകൊണ്ട് തന്നെ അഡോളസന്റ് പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ മതസംബന്ധമായി ഉണ്ടാവും. എന്നാൽ ഹിന്ദു എന്ന് പറയുന്ന സാധനങ്ങൾക്കോ എന്തറിയാം? ഒരു വസ്തു അറിയില്ല. ഇത് തീർത്തും അനാരോഗ്യകരമായ ഒരു അസന്തുലിത ഭാവമാണ്.
ഈ അനാരോഗ്യകരമായ അസന്തുലിത ഭാവം ഉണ്ടാവരുത്. ഒന്നിനെ ആർക്കും അറിയരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണം. ഇല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടും, ഇല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങളെ നമ്മളാകുന്നത്ര സമാജത്തിൽ പ്രസരിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറണം. കേവലം ഗ്രന്ഥജ്ഞാനമല്ല ഉദ്ദേശിച്ചത്, മറിച്ച് നിത്യജീവിതത്തിൽ അവശ്യം പാലിച്ചിരിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളെ, ആചരണങ്ങളെ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആചാരനിഷ്ഠയുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചാലേ, അങ്ങനെയായിരുന്നല്ലോ നമ്മളൊക്കെ ശാസ്ത്രബോധം ഉൾക്കൊണ്ടത് ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടാ? അല്ല. അമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അങ്ങനെ അങ്ങനെ പൂർവികരിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ വർത്തമാനകാലത്ത് അറിയാതെ അതിൽ ലോപങ്ങൾ സംഭവിക്കുന്നു. ഇത് തിരുത്താൻ നമുക്ക് കഴിയണം, കഴിഞ്ഞേ മതിയാവും. അതിനുള്ള അറിവ് ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ അനിവാര്യതയെ ബോധിപ്പിക്കാൻ ഇത്തരം സമ്മേളനങ്ങളെ കൊണ്ട് കഴിയും. അല്ലാതെ ഭാരതീയ വൈജ്ഞാനിക മഹിമയെ മുഴുവൻ ഇങ്ങനെയുള്ള 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ദിവസത്തുകൂടി അങ്ങ് പ്രസരിപ്പിക്കാമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. കാരണം ഇത് അഗാധമാണ്, അപാരമാണ്. എന്നാൽ അത്തരം ഉദ്ബോധനത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും. അത്തരം ആശയങ്ങളെ പങ്കുവെക്കാനാണ് ഇങ്ങനെയുള്ള ഈ പരിഷത്തുകളിൽ ഒത്തുകൂടുന്നത്. സർവോപരി നാം ഒന്നാണെന്ന ഭാവനയെ ഊട്ടിയുറപ്പിക്കാൻ. വ്യക്തികൾക്കിടയ്ക്ക്, വ്യത്യസ്ത സമുദായങ്ങൾക്കിടയ്ക്ക് ഒരു ഭിന്നതയുമില്ലാതെ നാം ഒന്നാണെന്ന ഏകതാബോധത്തെ വളർത്തിയെടുക്കാൻ. ആ ഏകതാബോധമല്ലേ നമുക്ക് വേദം പരമമായി തന്നത്. നോക്കൂ, 10552 മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിൻ്റെ പ്രസിദ്ധമായ പാഠത്തിൽ സംഹിതയ്ക്കുള്ളത്. ഋഗ്വേദ സംഹിതയിൽ മാത്രമായി പറയുന്നത് 10552 മന്ത്രങ്ങൾ. അത്രയും വിശദമായി സംഹിതയെ ഉപദേശിച്ച ഋഷീശ്വരൻ അവസാനം പറഞ്ഞത് എന്താ? അവസാനം പറഞ്ഞത് സംഗച്ഛധ്വം, നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. സംവദധ്വം, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഒന്നിച്ച്. ഇടക്കാലത്ത് നമ്മൾ എന്തായി? ഭിന്നിച്ച്. അത് നായരാ, ഇത് ഈഴവരാ. ഈ നായരിൽ തന്നെ 24 കാരറ്റ്, 22 കാരറ്റ്, 20 കാരറ്റ്, 18 കാരറ്റ്, 16 കാരറ്റ്, ഇങ്ങനെയാണ്. ഈഴവരും തീയരും വേറെ പറയാ. അത് നമ്പൂരിയാ, നമ്പൂരിപ്പാടും പറയാ. അത് ചെറുമര, അത് തീയര, അത് പുലയര, അത് മാരാര, അത് വാര, അത് നമ്പീശന. ചിന്തിക്കുക. എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ ഇത് മുഴുവൻ നിലനിൽക്കണമെങ്കിൽ ഹിന്ദു എന്ന തായ്വേരുണ്ടാവണം. ഹിന്ദു എന്ന തായ്വേരുണ്ടായാലേ നായരുള്ളൂ. ഹിന്ദു എന്ന തായ്വേരുണ്ടായാലേ ഇഴവരുള്ളൂ. ഹിന്ദു എന്ന തായ്വേരുണ്ടായാലേ ചെറുമരുള്ളൂ, പുലയരുള്ളൂ. ഹിന്ദു എന്ന തായ്വേരുണ്ടായാലേ ഭട്ടതിരിയോ നമ്പൂതിരിയോ ഉള്ളൂ. ഇത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് കൂട്ടായ പ്രവർത്തനങ്ങൾ ചെയ്യണം, ഒന്നിച്ചിരിക്കണം. വിശേഷിച്ച് പറയട്ടെ, ഭക്തി മാർഗത്തിലെ ഓരോ സാധനാക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഈ ഏകതയാണ് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്.
എങ്ങനെ? തൻ്റെ ഭക്തിസൂത്രങ്ങളിൽ ഒരിടത്ത് നാരദൻ വിശേഷമായി പറയും, നാസ്തി തേഷു ജാതി വിദ്യ രൂപകുല ധന ക്രിയാദിഭേദ എന്ന്. നാസ്തി തേഷു ജാതി വിദ്യ രൂപ കുല ധന ക്രിയാദിഭേദ. ഭക്തന്മാർക്കിടയ്ക്ക് ജാതിയുടെയോ വിദ്യയുടെയോ രൂപത്തിൻ്റെയോ ധനത്തിൻ്റെയോ കുലത്തിൻ്റെയോ ക്രിയയുടെയോ ഭേദം ഇല്ല. ഭേദം കൽപ്പിക്കുന്നുണ്ടോ അവനൊന്നും ഭക്തിയില്ല. ഭക്തിയുണ്ടോ ഭേദം കൽപ്പിക്കില്ല. അപ്പം ഭക്തിമാർഗത്തിൽ നമ്മളൊരു ക്ഷേത്ര സങ്കേതത്തിലാണ് ഇരിക്കുന്നത്. ഭക്തിമാർഗത്തിൽ ഉപാസനകൾ നടക്കുന്ന ഒരു സങ്കേതത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭക്തിമാർഗം നമ്മളിലെ ഏകതയെ ഊട്ടിയുറപ്പിക്കുന്നു. നാം ഒന്നാണെന്ന ഭാവനയെ. ആ ഒരു ഏകതയോടുകൂടി എന്തെങ്കിലും ചില കാര്യപദ്ധതികൾ ചെയ്ത്, അതെ, എന്ത് കാര്യപദ്ധതി എന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടുത്തെ ആവശ്യകതയ്ക്കനുസരിച്ച്, ഈ പ്രദേശത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് എന്തെങ്കിലും കാര്യപദ്ധതികൾ ചെയ്ത്, കൂട്ടായ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്ത് നാം ഒന്നാണെന്ന ഭാവനയെ ഊട്ടിയുറപ്പിക്കാൻ ഇത് സഹായകമാകട്ടെ എന്ന് ഹാർദമായി സങ്കല്പിക്കുന്നു. കൂടുതൽ വിഷയാന്തരങ്ങളിലേക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ